ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതേ ഇറ്റലിയിൽ വന്നിട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗ്രാൻഡാണ്, അപ്പോ ഇടിയപ്പോ അങ്ങനെയൊക്കെ വയറ് നിറച്ച്. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് പാലും പാലിൻ്റെ കൂടെ വേണമെങ്കിൽ കഫേ ഒഴിക്കാം കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കഫേ ഉപയോഗിക്കാറില്ല. അങ്ങനെ എനിക്കും അമ്മാമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ആരും പാല് തിളപ്പിച്ച് കുടിക്കുകയില്ല. ചെറുതായി ചൂടാക്കി മാത്രമേ ഇവർ കുടിക്കുകയുള്ളൂ. പിന്നെ ഞാൻ കഫേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാപ്പിപ്പൊടി എടുത്ത് ഇടുക കേട്ടോ. ആരും ഞെട്ടരുത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഇവർക്ക് ഒരു നേരത്തേക്കുള്ള കാപ്പിപ്പൊടിയാണ് കേട്ടോ. നല്ല കടുപ്പം, ഭയങ്കര കയ്പോട് കൂടിയാണ് ഇവിടെയുള്ള എല്ലാവരും കഫേ കുടിക്കുന്നത്. അങ്ങനെ കഫേയും പാലും തിളപ്പിക്കാൻ വെച്ചു. ഇനി ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കാൻ പോയതാട്ടോ. എൻ്റെ അമ്മാമ്മയ്ക്ക് ഫുഡിനേക്കാൾ കൂടുതൽ മെഡിസിൻസ് ആണ് കേട്ടോ ഉള്ളത്. രാവിലെ തുടങ്ങിയാൽ രാത്രിയാകുന്നിടം വരെ ഒരു 12 പ്രാവശ്യം മെഡിസിൻ കൊടുക്കാനുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കൽ. ഇതാണ് എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ മെഡിസിനൊക്കെ ഞാൻ കറക്റ്റ് എടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുക്കേണ്ട മെഡിസിൻ അമ്മാമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ടുള്ള മെഡിസിൻ കഴിക്കാൻ ഭയങ്കര മടിയാണേ. എന്നാലും നമ്മുടെ ഡ്യൂട്ടി അതായതുകൊണ്ട് നിർബന്ധിച്ച് നമ്മൾ കഴിപ്പിക്കും. പിന്നെ ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ബിസ്ക്കറ്റാണ് കേട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ തിന്ന് വയറ് നിറച്ച് രാവിലെ പോയിരുന്ന നമ്മൾ ഇവിടെ വന്നിട്ട് ബിസ്ക്കറ്റും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്ന അവസ്ഥ ചിന്തിക്കാൻ മേലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓക്കെ ആയി കേട്ടോ. അമ്മാമ്മയ്ക്ക് കൊടുക്കുന്നത് മിൽക്ക് കോഫിയാണ്. അതിനകത്തേക്ക് ഞാൻ ഷുഗറും പിന്നെ ഒരു പ്രോട്ടീൻ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചൂടായ പാല് ഞാൻ കപ്പിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് അമ്മാമ്മയ്ക്ക് കഫേ ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കഫേ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മാമ്മയ്ക്ക്. പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കത്തില്ല, ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ കഫേ റെഡിയായേ. അങ്ങനെ നമ്മുടെ അമ്മാമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ എണീറ്റിട്ട് ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എന്നാലും നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അതൊരു സുഖം തന്നെയാണേ. അമ്മാമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡിയായേ. ചൂടാക്കാൻ വെച്ച് പാല് ചൂടായി. പിന്നെ ഞാൻ ബാക്കി എനിക്ക് വേണ്ടിയിട്ടുള്ള പാല് ഞാൻ കുറച്ചും കൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാലിനകത്തേക്ക് ഞാൻ കഫേയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ അമ്മാമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഞാനത് കൊടുക്കുക കേട്ടോ. സാധാരണ അമ്മാമ്മ താമസിച്ച് 9 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റ് ഇനി എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക കേട്ടോ. ഞാൻ ഇച്ചിരി ഓട്സ് എടുക്കുന്നുണ്ട്. ഓട്സിലേക്ക് ഞാൻ തിളപ്പിച്ച പാലൊഴിച്ച് ഓട്സും ബിസ്ക്കറ്റും കൂടി ആട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒത്തിരി ഒന്നുമില്ല, 2 സ്പൂൺ ഓട്സ് ഏകദേശം എടുക്കുവേ. അതിനകത്തേക്ക് പാലൊഴിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോഫി ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കോഫി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് പാല് മാത്രമാണ്. പാലും ഓട്സും കൂടി പിന്നെ ബിസ്ക്കറ്റും കൂടി. ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അമ്മാമ്മയ്ക്ക് അടുത്തൊരു മെഡിസിൻ 9:30 ആകുമ്പോൾ കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി അത് കൊടുക്കാനായിട്ട് പോകുക കേട്ടോ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.